ഞാൻ പിന്നെ ഇതുണ്ടെങ്കിൽ അതായിട്ട് മാറ്റാൻ വിചാരിച്ചു വെച്ചതാ. അല്ലെങ്കിൽ ഇപ്പൊ പാരന്റ്സ് പിള്ളേരെ സ്കൂളിലേക്കോ അല്ലെങ്കിൽ എവിടേക്കെങ്കിലും സൈക്കിളിൽ വിടുമ്പോൾ, എസ്പെഷ്യലി നല്ല ട്രാഫിക്കുള്ള അല്ലെങ്കിൽ കുറെ വണ്ടികളൊക്കെ പോണ സ്ഥലമാണെങ്കിൽ അവരോട് നല്ല രീതിക്ക് ശ്രദ്ധിക്കാൻ പറയാം. അതുപോലെ തന്നെ നിങ്ങളുടെ പിള്ളേരുകളുടെ മെന്റാലിറ്റി നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഈ അനുസരണശീലം അല്ലെങ്കിൽ ശ്രദ്ധയ്ക്കുള്ള പിള്ളേരാണെങ്കിൽ മാത്രം അങ്ങനെ ധൈര്യമായിട്ട് വിടാൻ പാടുള്ളൂ. ഇതിപ്പോ ഈ വീഡിയോ കാണുന്നത് വെച്ച് ഞാൻ ഓൾറെഡി കണ്ടു ആ പയ്യൻ വരുന്നത്. അപ്പൊ ഞാൻ ഒരു പ്രിക്കോഷൻ എടുത്തിട്ടാണ് ഞാൻ എടുത്തതന്നെ. സ്പീഡ് കുറച്ച് എങ്ങനെ അവൻ ക്രോസ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, സൈഡിലത്തെ വണ്ടികളൊക്കെ ഞാൻ ചെക്ക് ചെയ്യണ്ടായിരുന്നു. അപ്പൊ ഇതിപ്പോ രാത്രിയാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ നല്ല സ്പീഡിൽ ആൾക്കാർ ശ്രദ്ധിക്കാണ്ട് ഇവന് ഒന്നാമത് ചെറിയ ചെക്കനാണ്, ചെറിയ സൈക്കിളാണ്. ഇപ്പോൾ അതിന് മുമ്പിലോട്ട് ഓട്ടോറിക്ഷ പോയപ്പോൾ അത് പെട്ടെന്ന് ശ്രദ്ധയിൽ പെടാണ്ടിരിക്കുക ആൾക്കാർ. അപ്പൊ പരമാവധി പാരന്റ് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ പിള്ളേര് ഇത് ശ്രദ്ധിച്ചാണ് പോണേന്ന് ഉറപ്പ് വരുത്തുക. അവരെ ശരിക്ക് പറഞ്ഞ് മനസ്സിലാക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ ആൾക്കാർ ഇപ്പൊ ഡാഷ് ക്യാം ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് നല്ലതായിരിക്കും. ഇതുപോലെ തന്നെ ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞത് ഇതിപ്പോ വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പക്ഷെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ഡാഷ് ക്യാം ഇല്ലെങ്കിൽ നമ്മുടെ തലയിലായിരിക്കും. പിള്ളേർ മിസ്റ്റേക്ക് ചെയ്താലും നമുക്കത് തെളിയിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് പാരന്റ്സ് ശ്രദ്ധിക്കുക.